തേലക്കര ഇന്ന് ഏറ്റവും വലിയൊരു സങ്കടമാണ്. കാരണം നമ്മുടെ ഷാപ്പിൻ്റെ എല്ലാമായ ഞങ്ങളുടെ ആശ ഞങ്ങളൊപ്പം പങ്കുചേർന്ന് പണിയാനുണ്ട്. അണ്ണൻ മരിച്ചുപോയി. ബാബുരാജ് ചിത്ര എന്നാണ് എൻ്റെ വിളിക്കുന്നത്. അപ്പോൾ അണ്ണൻ മരിച്ചുപോയി. ചെറിയൊരു എന്താ പറയുക, അണ്ണൻ്റെ ചെറിയൊരു എന്താ പറയുക രോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അണ്ണൻ ചെറിയൊരു രോഗം അണ്ണനുണ്ടായിരുന്നു. അത് മൂർധന്യാവസ്ഥയിലെത്തി. അത് കൂടുകയും പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് വർഷാപ്പിൽ പണിയൊന്നുമില്ല, വണ്ടിയെല്ലാം കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ആശാൻ ആശാൻ എന്ന് പറയുന്നത് നമുക്ക് ഒപ്പം ചേർന്ന ഒരാൾ, ഒപ്പം കൂടെ ഉണ്ടായ ആൾ മരിച്ചു പോയിരിക്കുക വളരെയേറെ സങ്കടമാണ്. ഇപ്പം ആ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. ജോലിയൊന്നുമില്ല, 2-3 ദിവസത്തേക്ക് ഇപ്പം എന്താണ് ദുഃഖത്തിൽ പങ്കുചേരണം. ഞങ്ങളെല്ലാമാണ് ഈ വർഷാപ്പിൻ്റെ എല്ലാമായ ഒരാളാണ് ഇല്ലാതായി പോയേക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ, നമ്മുടെ ഒപ്പം പങ്കുചേർന്ന് നമ്മളെപ്പോഴും വിളിക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്ത ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഭയങ്കരമാണ് അല്ലേ. ആ ഒരു ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഇന്നത്തെ ദിവസം കുറേ ദിവസമായിട്ട് മൂഡ് ഓഫാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോകളൊന്നും ഇടാത്തത് കൊണ്ടാണ് അത് ആണെൻ്റെ രോഗാവസ്ഥ നിൽക്കുകയാണ്, മരണപ്പെട്ടു പോയി. അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം. നമ്മളെത്ര ബലവാനായാലും, എത്ര ആരോഗ്യമുള്ളവനായാലും, എത്ര ഉന്നതിയിലുള്ളവരായാലും ഒരു ദിവസം നമ്മളെ ഈ മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാത്ത കോമാളി ഒരു വിധത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. നമ്മളെ ഈ ഭൂമിയിൽ നമുക്കൊന്നും നമ്മൾ സമ്പാദിച്ച എല്ലാം ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട് നമ്മൾ യാത്ര ചെയ്തു. നമ്മളെത്ര ബലവാനാന്ന് പറഞ്ഞാൽ, എത്ര ആരോഗ്യവാനെന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും. പക്ഷെ അണ്ണനെ സംബന്ധിച്ചോളം അണ്ണൻ വളരെയേറെ സ്നേഹമുള്ള ഒരാളാണ്. എപ്പോഴും കാണുമ്പോൾ മോനെ എന്നല്ലാതെ ഒന്നും വിളിക്കത്തില്ല, അത്രമാത്രം സ്നേഹമാണ്. അപ്പം ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ജീവിതത്തിൽ ഓർത്തു വെക്കുന്ന ഒരാളാണ് അണ്ണൻ. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സ്നേഹം കൊണ്ട് മാത്രം നമ്മളെ വീർപ്പ് പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും മോനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, ഓരോടും ഒരു ദേഷ്യം കാണിക്കാത്ത. അപ്പം നമ്മൾ മരണപ്പെട്ടു പോയിട്ട് പറയുന്നില്ല, ആരോടും ഒരു ദേഷ്യം കാണിക്കാത്ത, എപ്പോഴും സ്നേഹത്തോടെ പെരുമാറുന്ന, നമ്മൾ നന്നായി കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മരിക്കുമ്പോൾ ആ സങ്കടം തീർച്ചയായും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആത്മാവിന് എല്ലാവരുടെയും പ്രാർത്ഥനയും നിത്യശാന്തി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ഉണ്ടാകണം. നമ്മളിപ്പോൾ എല്ലാം സഡൻഡറായി, നമ്മളൊന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ സഡൻഡറായി നിൽക്കുന്ന അവസ്ഥ തന്നെയാണത്. അപ്പം പരലോകത്ത് അണ്ണന് സന്തോഷവും സമാധാനവും ആത്മാവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന ഉണ്ടാകണം. ഇപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടൊക്കെ വർഷാപ്പ് ഞങ്ങൾ ഉറപ്പണക്കത്തുള്ളൂ, ജോലി ഉണ്ടാകത്തുള്ളൂ. കാരണം കൂട്ടത്തിലുള്ള ഞങ്ങളുടെ എല്ലാമായ ഭാവമാണ് മരണപ്പെട്ടു പോയത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം.